മന്ത്രി വീണ ജോർജിനെതിരായ പ്രതിഷേധത്തിൽ പിന്നിൽ ആസൂത്രിത ഗൂഢാലോചനയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സ്വകാര്യ ലോബിക്ക് വേണ്ടിയാണ് കോൺഗ്രസിന്റെ പ്രവർത്തനമെന്ന് വിമർശനം. എന്നാൽ മന്ത്രിയും പോലീസുകാരും തമ്മിലാണ് പിടിവലിയുണ്ടായത് എന്ന് VD സതീശൻ പറഞ്ഞു. മന്ത്രി നല്ല നടിയെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പരിഹസിച്ചു. VD സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്ന നുണജാഥയുടെ ഇന്നലത്തെ നുണയായിരുന്നു. ദൃശ്യം നോക്കിയാൽ മതി, നല്ലപോലെ സൂക്ഷിച്ച് ദൃശ്യം നോക്കുക, അപ്പോൾ മനസ്സിലാവും. ആസൂത്രിതമായ ഗൂഢാലോചന ഉണ്ട്. ആസൂത്രിതമായ ഗൂഢാലോചന ഇല്ലെങ്കിൽ മന്ത്രിയുടെ വീട് കയറി ആക്രമിച്ച് റീത്ത് വെക്കുന്ന നില ഉണ്ടാവില്ലല്ലോ. ആ റീത്ത് വെച്ചവരെ ന്യായീകരിക്കുകയാണ് ഇവർ ചെയ്തത്. ഒരു കള്ളക്കടയുണ്ടാക്കി പച്ചക്കള്ളം പ്രചരിപ്പിച്ച് നടത്തുന്ന കാര്യം ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അവരിപ്പോൾ ആരോഗ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പരിഹാസപാത്രമാണ്. അതായത് അവരെ അഭിനയിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പിടിവലി ഉണ്ടായത് പോലീസും ആരോഗ്യമന്ത്രിയാണ്. ആരോഗ്യമന്ത്രി ഈ കേസുകാരുടെ അടുത്തേക്ക് പാഞ്ഞു പോകുന്നത് തടയാൻ ശ്രമിച്ചത് പോലീസാണ്. പണ്ടൊക്കെ CPM-ന് ഇത്തരം കള്ള പ്രചാര വേലകൾ ജനങ്ങൾക്ക് മനസ്സിലാവില്ലായിരുന്നു. എന്ത് കള്ളവും പ്രചരിപ്പിക്കാമായിരുന്നു. ഇപ്പം വിഷ്വൽ മീഡിയയുടെ കാലമാണ്. റെയിൽവേ സ്റ്റേഷനിലെ CCTV ഉണ്ട്. ഇതെല്ലാം പരിശോധിക്കട്ടെ. പക്ഷെ ഇത്രയും വലിയൊരു നടിയാണ് നമ്മുടെ ആരോഗ്യമന്ത്രി എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. റോഷിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. റോഷിപാൽ, ഇന്നലെ തന്നെ പാർട്ടി സെക്രട്ടറി അത് കൊലപാതക ഉദ്ദേശം എന്നുള്ള രൂക്ഷമായ ആരോപണം മുന്നോട്ട് വെച്ചിരുന്നു. ഇപ്പോഴും ഗൂഢമായ ആസൂത്രിതമായ നീക്കം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇത് മുഴുവൻ അഭിനയമാണ് എന്നാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളടക്കം ആരോപണമായി മുന്നോട്ട് വെക്കുന്നത്. മാധു, ദൃശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം ഈ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രതികരണങ്ങളും ഈ സംഭവങ്ങളൊക്കെ അത് നാടകമാണെന്നും മന്ത്രി അഭിനയിക്കുകയാണെന്ന ആക്ഷേപം ഉയർത്തുന്നു. മാത്രവുമല്ല, അത് സംബന്ധിച്ച മെഡിക്കൽ റിപ്പോർട്ടുകളിലടക്കം വ്യക്തതയില്ല. പിന്നീട് ദൃശ്യങ്ങൾ എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല എന്ന ചോദ്യമുണ്ട്. CCTV ദൃശ്യങ്ങൾ പുറത്തുവിടാൻ പാടില്ല എന്ന നിർദ്ദേശം CRPF-ന് നൽകിയെന്നടക്കമുള്ള ആക്ഷേപങ്ങൾ ഇതിനോടകം പ്രതിപക്ഷം ഉയർത്തിക്കഴിഞ്ഞു. CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നാൽ അവിടെ അങ്ങനെ ഒരു അക്രമം നടന്നില്ല എന്ന് ബോധ്യമാകും. അതുകൊണ്ടാണ് ആ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നത് തടയുന്നത് എന്ന ആക്ഷേപമാണ് ഉയർത്തുന്നത്. ഏതായാലും KSU പ്രവർത്തകർ പ്രതിഷേധിക്കുമ്പോൾ അത് സ്വാഭാവിക പ്രതിഷേധം, അത് നേരത്തെ പ്ലാൻ ചെയ്ത പ്രതിഷേധമാണെങ്കിലും ഒരു സംഘർഷത്തിലേക്ക് അത് പോയിട്ടില്ല. പോലീസാണ് മന്ത്രിയുടെ അടുത്തുണ്ടായിരുന്നത്. KSU പ്രവർത്തകർ അടുത്തുപോലും എത്തിയിട്ടില്ലെന്ന് ദൃശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് പ്രതിപക്ഷം പറയുകയാണ്. ഇനി ഇത് സംബന്ധിച്ച ശക്തമായ നടപടിയുമായി സർക്കാർ പോകുന്ന സാഹചര്യത്തിൽ നിയമപരമായ പ്രതിരോധം തീർക്കാൻ വേണ്ടി കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ സർക്കാരിന്റെ ഈ വാദങ്ങൾ തകർക്കാൻ വേണ്ടി, പോലീസിന്റെ ഈ നീക്കങ്ങൾ തകർക്കാൻ വലിയ പ്രചാരണത്തിന് കൂടി പ്രതിപക്ഷം തയ്യാറെടുക്കുകയാണ്. മാധു, റോഷിപാൽ വിവരങ്ങൾ നൽകിയത്.